ഇപ്പോൾ ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നത്. ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിവരാവകാശം കൊടുത്താൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിലൊരു പ്രശ്നം മാത്രമല്ലല്ലോ, അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ. ഭരണത്തിന്റെ പിന്തുണ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം. ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം, അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം. പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്, അതിന്റെ പാട്രണേജ് ആണ്. ഗുണ്ടകൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, കൊടി സുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാറ് നിർത്തിയിട്ട് 4 എണ്ണം വീശാനും അവർക്ക് പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെ ഉള്ള സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ? അവർക്ക് ഇഷ്ടപ്പെട്ട ജയില്, സെല്ലിലെ സൗകര്യങ്ങൾ, പുറത്ത്, ഇതൊക്കെ വിവാദമായതല്ലേ. ഇതൊക്കെ പോലീസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. അല്ല, അത് പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്കും ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തുടരുന്നത്. അതുകൊണ്ടാണ് ഇത് നിലക്ക് നിർത്താൻ ഗവൺമെന്റിന് ശ്രമിക്കാത്തതും ഗവൺമെന്റ് നടത്താത്തതും. ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഇന്നും മറയൂരിലെ SI മാഹിൻ നേരത്തെ ഒരു വിദ്യാർത്ഥി അടിച്ചതിൽ സസ്പെൻഷൻ കിട്ടിയ ഉദ്യോഗസ്ഥനാണ്. ഇന്ന് ഫേസ്ബുക്കിൽ അയാൾ ഇട്ടിരിക്കും മമ്മൂട്ടി ഒരു മോഷ്ടാവിനെ അടിക്കുന്ന ആവനാഴ് സിനിമയിലെ വിഷു ഇട്ടിട്ടാണ്, ഒരു പരിഹസിക്കുന്ന രീതിയിലാണ്, അത്ര ധൈര്യത്തോടു കൂടിയാണ്. ഈ ഗവൺമെന്റിന്റെ കീഴിൽ സകല ഗുണ്ടകൾക്കും ധൈര്യമാണ്. അത് പോലീസിലെ ഗുണ്ടയാണെങ്കിലും ശരി, പുറത്തെ ഗുണ്ടയാണെങ്കിലും ശരി. ഇത്രയും വിവാദങ്ങളും ഇത്രയും ചർച്ചകളും ഇത്രയും നടപടികളും കേരളം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരുത്തൻ, ഒരു ഗുണ്ട, പിന്നെ പോലീസിന്റെ ഗുണ്ടയുടെ മനോഭാവമുള്ള ഒരുത്തൻ ഇപ്പോഴും ഒരു പോലീസുകാരൻ ആളുകളെ മർദ്ദിക്കുന്നതിന്റെ ചിത്രം നവമാധ്യമങ്ങൾ ഇടണമെങ്കിൽ അവന്റെ പ്രൊട്ടക്ഷൻ, അവന്റെ ധൈര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയില്ലായ്മയാണ്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ധൈര്യം അയാൾക്ക് തോന്നണമെങ്കിൽ എന്താ, ഒരു നടപടിയും വരില്ല എന്നുള്ളത് കൊണ്ടല്ലേ. ഇനിയിപ്പോൾ ആ നടപടിക്ക് എല്ലാവരും കൂടെ ഒച്ചയുമ്പോഴും ഉണ്ടാക്കണം, അതിന് മാധ്യമങ്ങളെല്ലാം കൂടെ വാർത്ത കൊടുക്കണം, അതിനും പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആ പ്രതിഷേധം ഉയരുമ്പോൾ എന്തെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം വന്നാലായി. അപ്പൊ അത് ചെയ്യുന്നവർക്ക് അറിയാം, സംരക്ഷിക്കാൻ മേലെ ഞങ്ങളുടെ അതേ മനോഭാവമുള്ള ആളുകൾ മേലെ ഉണ്ട് എന്നുള്ളത് അത് ചെയ്യുന്നവർക്കറിയാം. പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ സാധാരണ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്നതാണ്, കുറച്ച് ദിവസങ്ങളെ വാർത്താ സമ്മേളനമില്ല, പ്രതികരണങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ പ്രതികരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസിംഗിലെ ഈ ഗുണ്ടായസത്തിനെതിരാണല്ലോ സമയബന്ധിതമായിട്ട് പ്രതികരിക്കേണ്ടത്. അത് പ്രതികരിക്കാൻ മടിക്കുമ്പോൾ, അതിന് വൈകുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇതൊന്നും അത്ര വലിയ പ്രശ്നമായി താൻ കണക്കാക്കുന്നില്ല എന്നുള്ള സന്ദേശം പോലീസിലെ ഗുണ്ടകൾക്ക് കൊടുക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. എന്താ മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ച? അവരുടെ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഈ കാര്യത്തിൽ ഇല്ലെങ്കിൽ, ഈ ഗുണ്ടായസ് അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞാൽ എന്താ? അവരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ എന്താ? അതെന്തിനാ വൈകിപ്പിക്കുന്നത്? അപ്പൊ അതൊരു മെസ്സേജാണ്. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് ഒരു മെസ്സേജ് ഈ പറയുന്ന ഗുണ്ടായിസം നടത്തുന്നവർക്ക് കൊടുക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിങ്ങനെ തഴച്ച് വളരണമെങ്കിൽ അത് താഴെ നിന്ന് മേലോട്ടുള്ള വളർച്ചയല്ല, അത് മേലെന്ന് താഴോട്ടാണ്. അവിടുത്തെ മനോഭാവമാണ് പോലീസിലേക്ക് പടരുന്നത്. ആ മനോഭാവമാണ് ഈ പറയുന്ന ഗുണ്ടകൾ, കാക്കിയണിഞ്ഞ ഗുണ്ടകൾ നടപ്പിലാക്കുന്നത്. അതിനെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം, അതൊരു മൗന സമ്മതമാണ് ഈ ഗുണ്ടായിസത്തിന്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും UDF-ഉം അക്കാര്യത്തിൽ ഇനി മൗനമായിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികരണം ആയിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നാണ് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തുന്നത്.